സൈബർ ലോകത്ത് വിശുദ്ധിയുടെ പരിമളം പരത്തി 21-ാം നൂറ്റാണ്ടിന്റെ വിസ്മയമായി മാറിയ വിശുദ്ധ കാർലോ അക്വേറ്റസ്. മറ്റു വിശുദ്ധരെക്കാളും തികച്ചും വ്യത്യസ്തനായി ആധുനികതയുടെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം നൽകിയ കഴിവുകൾ ദൈവത്തിനു വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തി ക്രിസ്തീയ വിശ്വാസത്തിന് മാതൃകയായ മധ്യസ്ഥൻ. പരിശുദ്ധ കുർബാനയോട് അതീവ സ്നേഹമുണ്ടായിരുന്ന കാർലോ വിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അനുദിന ദിവ്യബലിയിൽ മുടങ്ങാതെ പങ്കെടുത്ത് ദൈവസ്നേഹത്തിൽ വളർന്നു വന്നു. കമ്പ്യൂട്ടറിൽ അഗാധ ജ്ഞാനമുണ്ടായിരുന്ന കാർലോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വെർച്വൽ ലൈബ്രറി നിർമ്മിച്ചുകൊണ്ട് 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ വളരെ മനോഹരമായി യൂക്കറിസ്റ്റ് മിറാക്കിൾസ് ഓഫ് ദ വേൾഡ് എന്ന വെബ്സൈറ്റിൽ കുറിച്ചിട്ടിരിക്കുന്നു. സഭയിൽ നിന്നും വളരെ അകലെയായ വളരെ പേരെ ഈശോയിലേക്കും തിരുസഭയിലേക്കും അടുപ്പിക്കുവാൻ ഈ വെബ്സൈറ്റ് ഇന്നും സഹായിക്കുന്നു. 2006 ഒക്ടോബർ 12 തൻ്റെ 15-ാമത്തെ വയസ്സിൽ ലുക്കിമിയ പിടിപെട്ട് മരണമടഞ്ഞ കാർലോയുടെ ഹൃദയം ഇന്നും ഏവരെയും വിസ്മയിപ്പിക്കുന്ന അത്ഭുതമാണ്. ഈ ന്യൂജൻ വിശുദ്ധന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. 2020 ഒക്ടോബർ 10 ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും 2025 സെപ്റ്റംബർ 7 ലിയോ 14 മാർപ്പാപ്പ കാർലോയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. KCYM തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വിശുദ്ധന്റെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ട് നടത്തുന്ന ഹൈവേ ടു ഹെവൻ എന്ന പ്രയാണത്തിന് കുലശേഖരം ഇടവകയിലെ യുവജനങ്ങളും ഇടവക മക്കളും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.